ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വർക്കൗട്ടിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഷോൾഡർ വർക്കൗട്ടാണ്. ഓക്കെ, ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഡമ്പലും ബാർബലും വെച്ചാണ് ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമായി. 90 ദിവസത്തിൻ്റെ വർക്കൗട്ടിൽ 6ാമത്തെ ദിവസം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ വീട്ടിൽ പറ്റുമെങ്കിൽ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുക. വളരെ നല്ല വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ 6ാമത്തെ ദിവസത്തെ വർക്കൗട്ടിൻ്റെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ 6ാമത്തെ ദിവസത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സീറ്റഡ് ലാറ്ററൽ റൈസ് ആണ്, ഡമ്പൽ ലാറ്ററൽ റൈസ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ചെറിയ വെയിറ്റിലാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഡമ്പലാണ് ഇത്. ഏകദേശം ഒരെണ്ണം 6 കിലോ അടുപ്പിച്ച് ഉള്ള ഒരു ഡമ്പൽ, 2 ഡമ്പൽസാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇത് സൈഡ് ഷോൾഡറിന് വേണ്ടി, നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡ് ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഇത്. ഈ ഒറ്റ വെയിറ്റ് തന്നെ ആയിരിക്കാം ഞാൻ 4 സെറ്റും ചെയ്യുന്നത്. ഞാൻ 4 സെറ്റാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഒരു 16 റബ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും, 4 സെറ്റ്. കാരണം ഇത് ഒരുപാട് ഓവറായിട്ടുള്ള വെയിറ്റ് വെച്ചിട്ട് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാറില്ല. കാരണം അത് ഷോൾഡറിന് ചിലപ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം ഓവറായിട്ടുള്ള വെയിറ്റ് ഉപയോഗിച്ചിട്ട് ഈ വർക്കൗട്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇത് ഞാൻ 4 സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ബോഡിയൊക്കെ സെറ്റാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 3 മാസമൊക്കെ കൊണ്ട് നിങ്ങൾക്കും ഒരു നല്ല ഒരുവിധം ഷേപ്പൊക്കെ ഉള്ളൊരു ബോഡിയൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ഉപകരിക്കും. അപ്പം ഞാനിത് ഈ വർക്കൗട്ട് ഒരു സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 90 ദിവസത്തെ ഒരു വർക്കൗട്ട് സീരിയസ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇന്നിപ്പം 6ാമത്തെ ദിവസത്തെ വർക്കൗട്ടാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ 5 ദിവസത്തെ വർക്കൗട്ടുകൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോയി കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പ്രസ്സാണ്. ഓക്കെ, ഷോൾഡർ പ്രസ്സ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം 10 കിലോയുടെ വെയിറ്റാണ്. ഇതെൻ്റെ ഫസ്റ്റ് സെറ്റാണ്. അപ്പം ഞാനിത് മാക്സിമം സെറ്റ് ചെയ്യാനായിട്ട്, മാക്സിമം റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കുറഞ്ഞത് ആദ്യത്തെ സെറ്റ് 16 റെപ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അങ്ങനെ 4 സെറ്റാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. മാക്സിമം വളരെ സ്ലോവിലുള്ള മൂവ്മെൻറ്റ്സാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല, സ്ലോവിലുള്ള മൂവ്മെൻറ്റ്സാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ നിങ്ങൾക്കും തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾ ഒരല്പസമയം, നിങ്ങൾ ദിവസേന ഒരു 3/4 മണിക്കൂർ നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കും. നിങ്ങളുടെ റൂമിനകത്ത് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യുന്നത്. ഈ 90 ദിവസത്തെ വർക്കൗട്ടുകളും ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഷോൾഡറിൻ്റെ 2ാമത്തെ വർക്കൗട്ട്, ഷോൾഡർ പ്രസ്സ്. അത് ഞാൻ 4 സെറ്റ് ചെയ്യും. അടുത്തായിട്ട് 3ാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. 3ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ ബാർബലിലാണ് ചെയ്യുന്നത്. ഒരു ബാറിൽ വെയിറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെറിയ വെയിറ്റാണ്, 5 കിലോയാണ് ഒരു സൈഡിൽ കിടക്കുന്നത്. അപ്പം ബാർബൽ ഇതുണ്ടല്ലേ, ബാർബൽ പ്രസ്സും ബാക്കിലോട്ടും പ്രസ് ചെയ്യും, അതിനൊക്കെ തന്നെ ഫ്രണ്ടിലോട്ടും. ഓക്കെ, ബാക്കിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെഡിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് താഴോട്ട് കൊണ്ടുപോകത്തില്ല. ഷോൾഡർ ബാർബൽ പ്രസ്സാണിത്. അപ്പം ഈ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 16 റെപ്സ് വെച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അടുത്ത സെറ്റിൽ ഞാൻ അല്പം കൂടെ വെയിറ്റ് കൂട്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറുതായിട്ട് വെയിറ്റ് കൂട്ടും, 5 കിലോ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും, എന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം 5 കിലോ എന്ന് പറയുമ്പോൾ തീരെ വെയിറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സെറ്റുകളിൽ അല്പം കൂടെ വെയിറ്റ് കൂട്ടി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ 3ാമത്തെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതിനൊക്കെയുള്ള ബാർബലൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാറോ അല്ലെങ്കിൽ ഒരു പൈപ്പോ എന്തെങ്കിലും മതി. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൈപ്പോ എന്തെങ്കിലും ഉപയോഗിക്കുക. എന്നിട്ട് അതിനകത്ത് വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, കാരണം ഞാൻ എല്ലാ വർക്കൗട്ടിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രീത്തിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അപ്പം എൻ്റെ 2ാമത്തെ സെറ്റാണിത്, ഷോൾഡർ പ്രസ്സ് 2ാമത്തെ സെറ്റാണ്. അപ്പോൾ ഷോൾഡർ പ്രസ്സ് സാധാരണ ഒരു സൈഡിലാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പം കൂടുതൽ നമുക്കൊരു ആക്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലോട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡിൻ്റെ ഒരു പകുതി വരെ മാത്രമേ താഴത്തുള്ളൂ, ഇത്ര മാത്രമേ വരത്തുള്ളൂ. അല്ല, മാക്സിമം താഴോട്ട് കൊണ്ടുപോകത്തില്ല വെയിറ്റ്. ഓക്കെ, ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഷോൾഡറിന് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും.
അപ്പം 3 വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഷോൾഡറിൻ്റെ. അപ്പോൾ അടുത്തായിട്ട് 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. 4ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബാർബൽ ഫ്രണ്ട് റൈസ് ആണ്. അത് നമ്മുടെ ഇന്നർ ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്, ഫ്രണ്ട് ഡെൽറ്റോയിഡിനായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ബാർബലിൽ ഇത് കണക്ക് വെയിറ്റ് ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനിത് ആദ്യത്തെ സെറ്റ് 16 റപ്സ് ചെയ്യും. അതിനുശേഷം വെയിറ്റ് കൂട്ടിയിട്ട് 14, 12, 10 എന്നിങ്ങനെയുള്ള രീതിയിലോട്ടാണ് വരുന്നത്. അങ്ങനെ 4 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ഒരു 45 മിനിറ്റത്തെ വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് 5 മിനിറ്റ് വാമപ്പിനായിട്ട് പോകും. ബാക്കി ആ 40 മിനിറ്റത്തെ വർക്കൗട്ട് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഓവറായിട്ടുള്ള വർക്കൗട്ടില്ല. കറക്റ്റ് ആ 40 മിനിറ്റ് കൊണ്ട് മാക്സിമം നമ്മുടെ മസിൽസിനെ ആക്ടിവേഷനാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഓവറായിട്ടുള്ള വെയിറ്റ് ഉപയോഗിക്കുന്നില്ല, ഒരുപാട് ഓവറായിട്ടുള്ള വർക്കൗട്ടും ചെയ്യാറില്ല. അപ്പം അടുത്തായിട്ട് വീണ്ടും വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അടുത്ത സെറ്റ് ചെയ്യുമ്പം നമ്മൾ വെയിറ്റ് കൂട്ടുന്നുണ്ട്. വെയിറ്റ് കൂട്ടിയിട്ട് മാക്സിമം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബോഡി ഒന്നോട്ട് അനക്കാതെ മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിച്ച് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, കൂടുതലും നമ്മുടെ ആ മസിൽസിലോട്ട് കോൺസെൻട്രേഷൻ വരുന്ന രീതിയിലാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. 2, 3, 4, 5, 6. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വർക്കൗട്ടിനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക്, ഒരു നല്ല ഫിറ്റ്നസ്സൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ലാസ്റ്റായിട്ട് എൻ്റെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ബാക്ക് ഷോൾഡർ ഷ്രഗാണ്. അപ്പോൾ അത് ബാർബെല്ലിൽ നമുക്ക് വെയിറ്റ് ഇട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മാക്സിമം 4 സെറ്റാണ് ചെയ്യുന്നത്. ഫെയിലിയർ സെറ്റാണ് ചെയ്യുന്നത്. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഇതും കൂടെ ആകുമ്പം നമ്മുടെ എൻ്റെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആകുകയാണ്. 6ാമത്തെ ദിവസത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ 90 ദിവസമാണ് ഞാൻ ഈ വർക്കൗട്ട് സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ കാണണം. വർക്കൗട്ടിനെ സ്നേഹിക്കുന്ന, ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്ന, വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോകളൊന്നും അധികം ലെങ്തി അല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ആ ഒരു രീതിയിലാണ് വീഡിയോ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യുന്ന മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് 7ാമത്തെ ദിവസത്തെ വർക്കൗട്ടിനുകൊണ്ട് കാത്തിരിക്കും.